അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്കറിയാം, സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു സംഭവമാണ്, അല്ലേ? ഈ വളരെ തിരക്ക് പിടിച്ച ഈ ഒരു ജീവിതത്തിലെ വേഗതയേറി തോന്നുന്ന ഈ ഒരു ലോകത്ത് സമയം എത്ര വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുന്നത് നിർണായകമായി മാറുക. നമ്മളുടെ സമയമാണ് നമ്മളുടെ ഏറ്റവും വിലപ്പെട്ട ആസ്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതൊരിക്കലും ചെലവഴിച്ചാൽ പിന്നീട് തിരിച്ചു പിടിക്കാൻ നമ്മൾക്കൊരിക്കലും കഴിയാത്ത പരിമിതമായ ഒരു വിഭവമാണെന്ന് പറയാം. സമയം പാഴാക്കുന്നത് നമ്മളുടെ ജീവിതത്തിൻ്റെ ആയുസ്സിൻ്റെ ഒരു ഭാഗം പാഴാക്കലാണ്. യഥാർത്ഥത്തിൽ നമ്മളത് ചിന്തിച്ച് നോക്കിയാൽ അറിയാം. ആഴങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളൊന്ന് ഓടിച്ചു നോക്കിയാൽ അറിയാം, നമ്മുടെ ആയുസ്സിൻ്റെ പാതി ഭാഗത്തിന് നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. നമ്മൾ നമ്മളുടെ സമയത്തിന് വിലമതിക്കുന്നതും അതുപോലെ മുൻഗണന നൽകുന്നതുമായി കാണണം. അങ്ങനെ ചെയ്യണം നമ്മൾ. അതിന് അതിൻ്റെതായ മുൻഗണനയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യം കൽപ്പിക്കുന്നു. അതായത് നമ്മുടെ സമയം ഉപയോഗിച്ച് മനഃപൂർവമായ ഒരു തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് അത് പരമാവധിയാക്കാനും സംതൃപ്തമായ ഒരു നല്ലൊരു ജീവിതത്തിനെ നമുക്ക് കെട്ടിപ്പടുക്കാനും നമ്മളെ അനുവദിക്കുന്നുണ്ട്, അല്ലേ? എപ്പോഴും അത് ഓർക്കുക, സമയം ജീവിതത്തിന് തുല്യം തന്നെയാണെന്ന് പറയാം നമുക്ക്. യഥാർത്ഥത്തിലല്ലേ, നമ്മുടെ സമയം നമ്മുടെ ജീവിതത്തിന് തുല്യമാണ്. അത് ബുദ്ധിപൂർവ്വം നമ്മൾ ഉപയോഗിക്കണം. സംതൃപ്തമായ ജീവിതം ഒരിക്കല് നമ്മുടെ ഏറ്റവും പ്രത്യേക സ്വത്തായി കണക്കാക്കിയിരുന്ന സമയം അർത്ഥവും പ്രാധാന്യവും നിറഞ്ഞ ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് ശക്തമായ ഉപകരണമായി മാറുന്നുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, ഒരു വ്യക്തി വികസനത്തിൻ്റെ ഒരാളാണ് ആര്? ജിംറോൺ ഒരിക്കലും പറഞ്ഞു, സമയം നമ്മുടെ ഏറ്റവും വിലപ്പെട്ട സ്വത്താണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളത് പാഴാക്കാനും കൊല്ലാനും നിക്ഷേപിക്കുന്നതിന് പകരം ചെലവഴിക്കാനും പ്രവണത കാണിക്കുന്നു. ഇത് എക്കാലത്തെയും ശിഷ്ടകാല ജീവിതം എന്നും ഒരു സത്യമായ ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. അതുപോലെ ടൈം പണത്തേക്കാൾ വിലമതിക്കാനാവാത്തതാണ്. നമുക്കറിയാം, ഒരു പ്രാവശ്യം നമ്മളത് ചെലവഴിച്ച് പിന്നീട് നമുക്കത് കിട്ടൂല. അതുപോലെ തന്നെ അത് നമ്മുടെ ഭൂതകാലത്തിന്റെ മാറ്റാനാവാത്തൊരു ഭാഗമായി മാറുന്നുണ്ട്, അല്ലേ? നമ്മളെപ്പോഴും വ്യത്യസ്ത കാര്യങ്ങളിൽ ഇടപെടുന്നതിനാൽ നമ്മുടെ സമയം എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ വളരെ പ്രാധാന്യമാണ്. ഒരിക്കൽ നമ്മൾ എന്തെങ്കിലും സമയം ചെലവഴിച്ചാൽ നമുക്കത് പിന്നെ ഒരിക്കലും തിരികെ ലഭിക്കണില്ല. ആളുകൾ പലപ്പോഴും അവരുടെ സമയം സമൃദ്ധമാണെന്ന് കരുതുന്നുണ്ട്, അല്ലേ? ഒരുപാട് സമയമുണ്ടെന്ന് കരുതും. പക്ഷെ ഇതൊരു തീർത്തും ഒരു വിഡ്ഢിത്തരത്തിന്റെ ലോകത്ത് നിന്ന് ചിന്തിക്കേണ്ട ഒരു തെറ്റിദ്ധാരണയാണിത്. തീർത്തും അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. മനസ്സിലായല്ലേ? അതുകൊണ്ട് സമയം നമ്മൾ പാഴാക്കരുത്. സമയം പാഴാക്കുന്നതിൻ്റെ വില നമ്മുടെ
ശരീരത്തെയും മനസ്സിനെയും പരിപാലിക്കേണ്ടത് വളരെ പ്രാധാന്യമായ ഒരു വിഷയമാണ്. ആവശ്യമായ ഉറക്കം അല്ലേ? അത് ആ സമയവുമായി കണക്ട്, അത് നമ്മൾ ആ സമയത്ത് തന്നെ ഉറങ്ങണം. അല്ലാതെ നമ്മൾ വേറെ സമയം കണ്ടെത്തിയിട്ട് അങ്ങനെയല്ല. ഉറങ്ങേണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഉറങ്ങുക തന്നെ വേണം. രാത്രിയെ ദൈവം സൃഷ്ടിച്ചത്, സംവിധാനിച്ചത് ആ രൂപത്തിലാണ്. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ അത് നമ്മൾ ഉറങ്ങേണ്ട സമയമാണെങ്കിൽ അത് ഉറക്കമായിട്ട് നമുക്കറിയാം. രാത്രി ഉറങ്ങേണ്ടതാണ്, പകൽ ഉണർന്നിരിക്കേണ്ടതാണ്. അതുപോലെ ഓരോ സമയവും ഓരോരോ പ്രവൃത്തി ഓരോ സമയവുമായിട്ട് കണക്ട് ആയിട്ടുണ്ടാവും. അത് അതിനുമായിട്ട് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അതല്ലെങ്കിൽ നമുക്ക് ശാരീരികമായും മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലായിട്ട് വരും. ഞാൻ പറയാം, തുടർന്ന് പറയാം. അപ്പോൾ നമ്മൾ ഉറങ്ങേണ്ടതായിട്ടുള്ള ഉറക്കം അല്ലേ, ആ ഒരു ഉറക്കം. അതുപോലെ ഭക്ഷണം, അത് കഴിക്കേണ്ട സമയത്ത് അത് കഴിക്കണം. രാവിലെ കഴിക്കേണ്ടത് നമ്മൾ കുറേ കഴിഞ്ഞിട്ട് കഴിച്ചു, അല്ലെങ്കിൽ ഉച്ച കഴിക്കണം. അത് അതിൻ്റെ സമയത്ത് കഴിക്കണം. അങ്ങനെയാണ് അതിൻ്റെ രീതി. അധിക സമയത്തിന് നമ്മൾ മാറ്റിവെച്ച് ആ സമയം നമ്മൾ പാഴാക്കിയ പോലായി. അതുപോലെ വ്യായാമം, ശരീരത്തിന് വേണ്ടതായിട്ടുള്ള വ്യായാമം, മനസ്സിലാക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിവെച്ചാൽ അതൊക്കെ നന്നായി നമ്മളെ വലിയൊരു സമ്മർദ്ദത്തിലേക്ക് നമ്മളത് തീർത്തും പിന്നീട് നയിക്കും. നമ്മുടെ യുക്തി കൊണ്ട് തന്നെ നമ്മളെ ഒരു ചെറിയ സാമാന്യമായ നമ്മളെ ബുദ്ധി കൊണ്ട് തന്നെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു വിഷയമാണ്. പിന്നെ അതുപോലെ തന്നെ സമയം പാഴാക്കുന്നത് ഉൽപാദനക്ഷമതയെ വല്ലാതെ ബാധിച്ചേക്കും അല്ലേ? അത് നീട്ടിവെക്കൽ, കാര്യക്ഷമത ഇല്ലാത്ത ഉൽപാദനം കുറയ്ക്കുന്നതിന് സമയപരിധി അവഗണിച്ച് നമ്മൾ ജോലികൾ കുമിഞ്ഞു കൂടുന്ന സമയത്തൊക്കെ നമുക്കൊരു നമ്മുടെ സമ്മർദ്ദത്തെ അത് സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതാ പറയണത്, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? അങ്ങനെയുള്ളൊരു വിഡ്ഢിത്തരങ്ങൾ നമ്മൾ ചെയ്യരുത്. നമ്മുടെ പൂർവികരായ ആളുകളിലൊക്കെ ബുദ്ധിമാന്മാരെ ഒന്നും എന്താവൂല, സമയം പാഴാക്കി കളയില്ല എന്ന് പറയണേക്കാം. അതിൻ്റെ നിദാനതാണ്. എന്താ പറയുക, അത് പിന്നീട് നമ്മൾ കുറേ കാലങ്ങൾക്കപ്പുറം നിന്ന് ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നഷ്ടത്തിൻ്റെയും അതുപോലെ ഒരുപാട് കുറ്റബോധങ്ങളുടെയും ഒക്കെ ഒരു ഒരു തീരത്തേക്ക് നമ്മളെ നയിക്കുകയും അത് കാരണമായി നമ്മൾ പിന്നീട് വല്ലാതെ ഒരു സമ്മർദ്ദത്തിലേക്ക് കണ്ടുപോകുന്ന ഒരവസ്ഥകളിലേക്കൊക്കെ അത് ഗമിക്കാൻ വലിയൊരു നിദാനമാകുന്നുണ്ട്. അത് മനസ്സിലാക്കണം. കാലങ്ങൾ ഇങ്ങനെ കഴിയും തോറും നമുക്കറിയാം, അതൊരു പശ്ചാത്തലത്തിന്റെ, കുറ്റബോധത്തിന്റെ അല്ലെങ്കിൽ ഭാരം കൂടുതലായിട്ട് വർദ്ധിച്ചു വരുന്ന ഒരു ഫലപ്രദമല്ലാത്ത കാര്യങ്ങൾക്കായിട്ട് സമയം പാഴാക്കുക, നഷ്ടപ്പെട്ട അവസരങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക, പശ്ചാത്തലം തോന്നാൻ വേറെ എവിടെയും പോണ്ട. അത് തന്നെ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കി വെക്കും ഇല്ലേ? അപ്പൊ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ നീട്ടിവെക്കുന്നതും സമയം പാഴാക്കുന്നതും സമ്മർദ്ദത്തിന് കാരണമാകുന്നതും ഇത് മാനസികവും നമ്മളെ ശാരീരികവുമായ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നതും അതുപോലെ സമയപരിധി പാലിക്കാതെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാത്തതും മൂലം ഉണ്ടാക്കുന്ന നിരന്തരമായ സമ്മർദ്ദ സാഗരത്തിലേക്ക് നമ്മളെ വലിച്ചിടുന്നതായിട്ടുള്ളൊരു അവസരങ്ങളിലേക്കാണ് എന്ത് ചെയ്യുക, ആ ഒരു വല്ലാത്തൊരു വേദനിക്കുന്ന ഒരു വിഷയങ്ങളിലേക്കാണ് നമ്മൾ പിന്നീട് നമ്മുടെ ജീവിതത്തിന്റെ നല്ല നാളുകളെ അല്ലെങ്കിൽ ശിഷ്ടകാല ജീവിതത്തെ നമ്മളെ എത്തിക്കുക. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സമയത്തെ നമ്മൾ കണ്ടുമുട്ടരുത്. അങ്ങനെയുള്ള അവസരത്തെ നേരിടേണ്ട ഒരു വേദനാജനകമായ ഒരവസ്ഥ ആരിലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സമയങ്ങളെ നമ്മൾ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ നോക്കുക, പിന്നെ ഉപയോഗിക്കാൻ നോക്കുക, ശ്രദ്ധിക്കുക. സമയം പാഴാക്കുന്നതിലൂടെ ശാശ്വതമായ ഒരു പ്രത്യാഘാതം നമ്മളെ മൊത്തത്തിലുള്ള ജീവിത നിലവാരത്തിലെ ആഴത്തിലുള്ളൊരു ഇടിവായിട്ട് മാറും അല്ലേ? ആഴത്തിലുള്ള ഒരു ഇടിവാണ്. അപ്പൊ സമയം നമ്മൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പരമാവധി വിനിയോഗിക്കുക എന്നതിന് അവിടെ അർത്ഥം, മനസ്സിലാവണ്ട? അപ്പൊ തുടർച്ചയായി ഇങ്ങനെ ജോലി ചെയ്യുക, അപ്പോൾ സ്വയം നമ്മൾ ഒരു ഇടവേളകൾ എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവദിക്കുക എന്ന് മനസ്സിലാവണ്ട? അപ്പോൾ
ഇപ്പൊ നമ്മുടെ സമയം ഉദ്ദേശപൂർവം കൈകാര്യം ചെയ്യുന്ന ഏകാഗ്രതയും അതുപോലെ തന്നെ എന്താ പറയാ ആസൂത്രണവും ആവശ്യപ്പെടുന്നതിൽ ഇത് വലിയ ഉൾപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോ സമയങ്ങൾ എന്ത് ചെയ്യണം, നമ്മളെ ലക്ഷ്യങ്ങളോടും തത്വങ്ങളോടും അതുപോലെ എന്താ പറയാ പ്രതിധ്വനിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുകയും അതൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് വല്ലാത്ത അമിത ഭാരം തോന്നാതെ കൂടുതൽ നേട്ടങ്ങൾ നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ എന്ത് ചെയ്യും കഴിയുന്നൊരു സംഭവമാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതെന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കുക. സമയങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ആയുസ്സുമായിട്ട് കണക്റ്റായി കിടക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, സമയം ഒരിക്കലും വെറുതെ പാഴാക്കി കളയരുത്. നമ്മളെ ലക്ഷ്യങ്ങളോടോ അല്ലെങ്കിൽ മൂല്യങ്ങളോടോ പൊരുത്തപ്പെടാത്ത പ്രവർത്തനങ്ങളോ ഉണ്ടാവും അല്ലേ, അങ്ങനത്തെ എന്താ പറയാ പ്രതിബദ്ധകളോട് നമ്മൾ പറയുന്നത് വിളിക്കുക അങ്ങോട്ടും ഇങ്ങോട്ട് അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളില്ല എന്ന് പറയാനുള്ളൊരു കഴിവ് വളർത്തിയെടുക്കണം. അതായത് ഇതൊരു ആണെങ്കിലും ശരി, നമ്മളത് അങ്ങനെ തന്നെ പറയാൻ പാടുള്ളൂ. കാരണം നമ്മളുടെ സമയം പരമാവധിയാക്കുന്നതിനുള്ള ഒരു സുപ്രധാന കഴിവാണിത്. നമ്മൾക്ക് ആവശ്യമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ നിരസിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങൾക്കായി നമ്മൾ സമയവും ഊർജവും തുറന്നു കൊടുക്കുകയാണ്. അപ്പോ സമയങ്ങൾ എന്ത് ചെയ്യരുത്, നമ്മൾ ജീവിതത്തിലെ സമയങ്ങൾ വെറുതെ പാഴാക്കി കളയാതെ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, സമയങ്ങളെ ഉപയോഗപ്പെടുത്തുക. അല്ലാത്ത പക്ഷം അത് ബുദ്ധിക്ക് യോജിച്ചതല്ല, യുക്തിക്ക് യോജിച്ചതല്ല, വിഡ്ഢിയാണ് സമയം പാഴാക്കുക. സമയത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്താ പറയുക പണമോ മറ്റൊന്നുമല്ല. എത്ര പണമുണ്ടായാലും ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ആയുസ്സിൽ നിന്ന് വളരെ വലിയ കോടിക്കണക്കിന് കാശ് കൊടുത്തിട്ട് ഒരാൾ പറയാ നിന്റെ ആയുസ്സെന്ന് ഒരൊറ്റ ദിവസം എനിക്ക് തരുമെന്ന് ചോദിച്ചാൽ മനുഷ്യൻ എന്താ പറയാ, അവര് പറയലെന്താ, ആയുസ്സൊന്നും തരാൻ പറ്റൂല, അതിന് എത്ര കാശൊന്നും തരാം. കാരണം ആ ഒരു ദിവസം കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചത് ഒരു വലിയൊരു കാര്യമാണ്. അപ്പൊ എത്ര കോടികൾ തന്നാലും ഇവിടെ ആരെന്തില്ല, അവൻ്റെ ആയുസ്സിൽ നിന്ന് പകർന്നു കൊടുക്കാൻ കഴിയുകയുമില്ല. അങ്ങനത്തെ ഒരു പ്രത്യേകമാകുന്ന ദൈവത്തിൻ്റെ ഒരു വല്ലാത്ത അത്ഭുതകരമായ സൃഷ്ടിയാണ് തന്നെ പറയാം എന്ത് ഈ സമയമെന്ന് പറയണത്. നിങ്ങളുടെയും നമ്മളുടെയും ശിഷ്ടകാല ജീവിതം സമയങ്ങളൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും അതുപോലെ കുറെ നാളുകൾക്കപ്പുറം നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കഴിഞ്ഞു പോകുന്ന വർത്തമാന കാലഘട്ടങ്ങളിലെ സമയങ്ങൾ ഓർത്ത് പിന്നീട് അന്നങ്ങനെ ചെയ്തിരുന്നില്ലല്ലോ, അന്നങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെ ചെയ്തുകൊണ്ടല്ല ഇന്നിങ്ങനെ ആയത്, ഇങ്ങനെയുള്ള ഒരു കുറ്റബോധവും പശ്ചാത്തലവും കൊണ്ട് സമ്മർദ്ദ സാഗരങ്ങളിലേക്ക് ഞങ്ങൾ വീണുപോകാതെ, അത് നിദാനമായിട്ടുമല്ലാതെ ഡിപ്രഷൻ ആവാതെ നമ്മളുടെ ഒക്കെ ജീവിതം ശുഭകരമായ നാളുകൾ ദൈവം നമ്മൾക്ക് സമ്മാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.